മണി മണി എല്ലാം ഞാൻ കണ്ടു മണി, നീ പേടിക്കണ്ട. പിന്നെ അവൻ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്. നീ ആഹാരം കൊണ്ട് കൊടു. പിന്നെ എതിർക്കാൻ നിൽക്കരുത്. ഞാൻ ചെയ്തോളാം. പിള്ളേർ അവൻ്റെ മുമ്പിൽ കത്തിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. നീ പേടിക്കണ്ടടി, ഞാൻ നോക്കിക്കോളാം. പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ വേറെ ഒന്നും ഉണ്ടാക്കണ്ട. ഈ അപ്പവും കറിയും കൊടുത്താൽ അവ അത് കഴിച്ചോളും. മണി വല്ല തുണിയോ എന്തെങ്കിലും എന്തെങ്കിലും ഷോളോ വല്ല എന്തെങ്കിലും കിടപ്പുണ്ടാ? കെട്ടെ നീ കൊണ്ടുപോ. നീ അവന് ആഹാരം കൊണ്ടുപോ. എതിർക്കല്ല്. ഓക്കെ, നീ ധൈര്യത്തോട് പിടിക്കും. എത്ര വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്? വരുന്ന ചിങ്ങത്തിൽ 3 വർഷം. ഒക്കെ എന്തിനാ നിന്റെ അടുത്ത് പറയണോ? ഇതുവരെ കറിയൊന്നും റെഡി ആയില്ലേ? പെട്ടെന്ന് നേരമായി. നേരത്തെ പറഞ്ഞില്ലേ എച്ചിന്ന്? എന്നാ കൊല്ലുന്നേ? കെട്ടുപോ. ഓന്റെ കത്തി നിന്റെ പേരെന്താടാ? ഉണ്ണി മോൻ. നിന്റെ അച്ഛനും അമ്മയും ലാളിച്ചിട്ട പേരല്ലടാ? അവർക്കും കൂടെ പേര് ദോഷമല്ലാണ് നീ കാണിച്ചത്. ഇനി അങ്ങനെയൊന്നും ചെയ്യൂല സാറേ. ചെയ്യൂലേ? സാറേ കഴിയടാ, കഴിക്കടാ. മണി ഇവനെ കൈ കെട്ടഴിച്ചു. കെട്ടാൻ പറ്റും. മക്കളെ നീങ്ങി വാ. മാറിയില്ലടി, പിങ്കി മാറിയില്ലേ? നിന്നെ എന്തിനാടി ഞാൻ ബോക്സിംഗ് പഠിപ്പിക്കണേ? കോടറി കോഴിക്കറി. ചേച്ചി പോക്കറ്റിൽ ഇരിക്കണ 5 രൂപ എടുത്ത് മാറ്റണേ, ഇടിക്കുമ്പോ വേദനയ്ക്ക്. ഇനി കഴി. മണി വലത് കൈ മാത്രം വേണ്ട വേണ്ട, കെട്ടഴിച്ചോ. ചെയ്യില്ല മണി, ഞാൻ നിക്കല്ലേ. കഴിക്കടാ. നിനക്ക് വിശപ്പെന്നല്ലേ പറയാ? ഞാൻ എല്ലാം അവിടെ നിന്ന് കേട്ട് കഴിക്കടാ. ഒഴികളോ. ഇതായിരുന്നാ ഇവിടെ? അല്ലല്ല, എനിക്ക് ഇവരെ കൊണ്ടൊരു ആവശ്യമുണ്ട്. അല്ല, ഇവരെ കൊണ്ടൊരു സഹായമുണ്ട്. മോളെ നീ ചെന്നിട്ടേ നമ്മുടെ മേളത്തെ റൂമില് ഒരു അലമാരയുടെ മേളിൽ ഒരു പെട്ടി ഇരിപ്പുണ്ട്, ഒരു സൂട്ട് കേസ്. ഇങ്ങനെ തരുമോ? എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. മക്കളെ നീ കൂടെ ചെല്ല്. പോയിട്ട് വാ. പേടിക്കണ്ടെന്ന്. നീ കഴിക്കേ. നീ വിശന്ന് വന്നല്ലേ? രാവിലെ പുട്ടും ഒരു കഷ്ണം പുട്ടല്ലേ കഴിച്ചത്? ഓട്ടിക്കാൻ നടക്കണ്. എടാ, എത്രയോ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഒന്ന് ജോലി ചെയ്യണടാ. നിനക്ക് അധ്വാനിച്ച് ജീവിച്ചൂടാ. നീ കഴിയും. നിന്റെ വിശപ്പ് തീരുമാനം കഴിയും. അതെ, കൊണ്ടുപോവാ മക്കളെ. അങ്ങോട്ട് പോയി അവൻ കഴിക്കട്ടെ. കാര്യമുണ്ട് മണി, കുറച്ച് ദിവസമായിട്ട് ഞാൻ ബുദ്ധിമുട്ടാണ്. നീ കഴിക്ക്. വിശപ്പ് മാറിയാ? കൈയ്യഴുടാ. കയറൊക്കെ വിട്ടോ, പേടിക്കണ്ട. വിശ്വസിക്കാൻ കൊള്ളില്ല. ബോർഡ് കളഞ്ഞാലോ? കൈ വെച്ചില്ല. ഇരിയടാ. കെട്ടൊന്നും വേണ്ട ഇനി. എടാ, ഇതിന്റെ പൂട്ട് തുറന്നതാ, ലോക്കായിപ്പോയി. നമ്പർ ഞാൻ മറന്നുപോയി.
എടാ കള്ളം നീ ഏത് പൂട്ട് പൊളിക്കണല്ലേ? എവിടെയാണ് എന്റെ കത്തി? കൊടു, അവൻ തുറക്കോ ഇല്ലേ നോക്കട്ടെ. 8 8 3 തുറക്ക്. അടവ് എല്ലാം കാണിച്ചോണ്ടല്ലോ. സാറേ തുറന്നു തരും. എവിടത്തെ കളഞ്ഞടാ? നമ്പർ തന്നെ മറന്നുപോയി, നീ തുറക്ക്. ശരി. എന്തോടാ? കണ്ടാടാ ഇതെന്തോന്നു? ഇതെന്തോന്നു? സ്വർണം. ഇത് 12 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയാണ് എന്റെ പെമ്മക്കൾക്ക് വേണ്ടി. 9.6 മനസ്സിലായ? അപ്പൊ ഞാൻ ഒരു പോക്കണക്കെട്ട് അച്ഛനല്ലാതെ മനസ്സിലായ? നിന്നെ ഉണ്ടല്ലോ എടാ, മാന്യമായിട്ട് ജീവിക്കാൻ നോക്കടാ. ഇനി മാന്യമായിട്ട് ജീവിച്ചോളാം സാർ. ഇനി മാന്യമായിട്ട് ജീവിക്കാൻ പോണോ? ഇയാളെ ഉപദേശിച്ച് നന്നാക്കാതെ പോലീസിനെ വിളി. വേണ്ട മക്കളെ, മണി വേണ്ട. പോലീസുകാരെ കൊണ്ട് എവനെ ഇടിച്ച് ഇല്ലാതാക്കിക്കളെ. അതല്ലേ വേണ്ടത്. 2 പെൺമക്കൾ എന്നല്ലേ പറഞ്ഞവൻ? 2 പെൺകുട്ടികളുടെ അച്ഛനല്ലേ? മര്യാദക്ക് ജീവിക്കാൻ നോക്കടാ. ഇനി ജീവിച്ചോളാം സാർ. ഇനി ജീവിച്ചോളാം. നീ പോ, പോ. അതെ, നിന്റെ കുട്ടികൾക്ക് എന്തായാലും വാങ്ങിച്ചു കൊടുക്കും. വേണ്ട സാറേ. ഇല്ല ഇരിക്കട്ടെ. വേണ്ട. ഇല്ല ഇരിക്കട്ടെ. നിവർത്തിയോടെ ഉണ്ടാവും സാറേ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.